നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അണ്ടർ 20 വേൾഡ് കപ്പിന് പിന്നാലെ ഖത്തറിൽ ഇപ്പോൾ അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. അണ്ടർ 17 വേൾഡ് കപ്പിൽ മികച്ച തുടക്കമാണ് ബ്രസീൽ ഇട്ടിരിക്കുന്നത്. ഹോണ്ട്രാസിനെ അവർ 7-അപ്പ് പിടിപ്പിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് അവർ വിജയിച്ചിരിക്കുന്നു. ഇതിപ്പം അർജന്റീനയും പോർച്ചുഗലും ഒക്കെ മികച്ച തുടക്കം തന്നെയാണ് ആദ്യ മത്സരങ്ങളിൽ ഇട്ടിരിക്കുന്നത്. അർജന്റീനയ്ക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നു. ബെൽജിയത്തിൻ്റെ അടുത്ത് നിന്ന് 3-2 അർജന്റീന അവിടെ ജയിച്ചതെങ്കിൽ ന്യൂ കലഡോണിയക്കെതിരെ 6-1 വിജയമാണ് പോർച്ചുഗൽ നേടിയിരുന്നത് കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ഇന്നലെ ബ്രസീൽ ഹോണ്ട്രാസിനെ ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ബ്രസീലിന് വേണ്ടി പാബ്ലോ ഒരു ഗോൾ നേടിയപ്പോൾ ഡെല്ലിൻ്റെ വക ഇരട്ട ഗോളുകളായിരുന്നു. മോഴിയാസ്, ഹ്യൂഗോ, ഏഞ്ചലോ, ഗബ്രിയൽ മെക്ക് എന്നിവർ ഓരോ ഗോളുകളും നേടി. അങ്ങനെ 7-0 വമ്പൻ വിജയമാണ് ബ്രസീൽ നേടിയിരിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിലാണ് ബ്രസീൽ ഉള്ളത്. ഗ്രൂപ്പ് എച്ചിൽ ബ്രസീലിനെ കൂടാതെ സാംബിയ, ഇന്തോനേഷ്യ, ഹോണ്ട്രാസ് എന്നീ ടീമുകളാണുള്ളത്. ബ്രസീലിന് സ്വാഭാവികമായിട്ടും അനായാസം മുന്നോട്ട് പോകാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ബ്രസീൽ അണ്ടർ 17 ടീമിൻ്റെ അടുത്ത മത്സരം ഇന്തോനേഷ്യക്കെതിരെ വെള്ളിയാഴ്ച രാത്രി 9:15 നടക്കുന്നത്. ഏതായാലും അർജന്റീനയുടെ മത്സരങ്ങളും ബ്രസീലിൻ്റെ മത്സരങ്ങളും പോർച്ചുഗലിൻ്റെ മത്സരങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ഭാവി തലമുറകൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ആരാധകർ ഉറ്റുനോക്കുന്ന കളിയാണ് ഇത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.